കേരളത്തിലെ ജയിലിൽ ഒരു കൊടും കുറ്റവാളിയുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റിപ്പർ ജയാനന്ദൻ അതീവ സുരക്ഷിതമായി വിയ്യൂർ ജയിലിലാണ് ഇപ്പോൾ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ മാനസാന്തരം വന്ന് അദ്ദേഹം ഒരു എഴുത്തുകാരനായി മാറിയിരിക്കുകയാണ്. പുലരി വിരിയും മുമ്പേ എന്നൊരു ആത്മകഥാംശമുള്ള കൃതിയാണ് 2023 ഡിസംബറിൽ പ്രകാശനം ചെയ്തത്. എറണാകുളം പ്രസ് ക്ലബിലാണ് അത് പ്രകാശനം ചെയ്തത്. കൊടും കുറ്റവാളി എന്ന് പറഞ്ഞാൽ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ കുറ്റവാളി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. റിപ്പർ ജയാനന്ദൻ അങ്ങനെയുള്ള കുറ്റവാളിയായിരുന്നു. 9 കൊലപാതകങ്ങളാണ് നടത്തിയത്. അതിൽ 2 ഇരട്ട കൊലപാതകമായിരുന്നു. 35ഓളം മോഷണം നടത്തി. 2 പ്രാവശ്യം ജയിലിൽ ചാടി. ഇങ്ങനെ കേരളത്തെ മുൾമുനയിൽ നിർത്തിയ ഒരു കൊടും കുറ്റവാളിയായിരുന്നു ഈ റിപ്പർ ജയാനന്ദൻ. ഇന്ന് അയാൾക്ക് 57 വയസ്സുണ്ട്. മാനസാന്തരപ്പെട്ടു വരികയാണെന്നാണ് കരുതപ്പെടുന്നത്. ഏറ്റവും വലിയ കൗതുകം ഇയാളുടെ മകൾ നീതു, അവർ അഭിഭാഷകയാണ്. ഒരു കുറ്റവാളിയുടെ മകൾ എങ്ങനെയൊക്കെ സമൂഹത്തിൽ അവരെ പീഡിപ്പിക്കപ്പെടും മാനസികമായിട്ട്, ഇതിനെല്ലാം അതിജീവിച്ചാണ് അവർ നിയമപഠനം പൂർത്തിയാക്കി അഭിഭാഷക വൃത്തിയിലേക്ക് വരികയും സ്വന്തം പിതാവിന് മാനസാന്തരം വരുത്തിയതിൽ ഏറ്റവും വലിയ പങ്ക് ഈ നീതുവിനുള്ളതാണ്. അവരാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനും ഈ ആത്മകഥാംശമുള്ള ഈ ജയാനന്ദൻ എഴുതിയ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിലൊക്കെ മുന്നിട്ട് നിന്നത്, അവർക്ക് പരോൾ അനുവദിക്കുന്നതിൽ ഒക്കെ പങ്കുവഹിച്ചത് ഈ അഭിഭാഷകയായ മകളാണ്. അതായത് കുറ്റവാളികളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരു അത്ഭുതമാണ് ഈ റിപ്പർ ജയാനന്ദൻ. ഈ ഭാര്യ സുമതിയും ഈ മകളുമായിട്ട് ഈ റിപ്പർ ജയാനന്ദനെ പുറത്തുകൊണ്ട് വരാനും മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ ഒരു കുറ്റവാളി എന്നുള്ള നിലയിൽ അതിനുവേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് വസ്തുത.